അങ്ങനെ നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. മൂക്കിലും തലയിലും മുഖത്തുമൊക്കെ നിരവധി ചതവുകളുണ്ടായിരുന്നു, ഗുരുതരമായ രോഗങ്ങളുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത്. ഗോപന്റെ മൂക്കിലും തലയിലും മുഖത്തും നെറ്റിയിലും ഒക്കെയുള്ള ചതവ് ഒരു മരണകാരണമല്ലെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ചതവുകൾ മൂലം അസ്ഥികൾ പൊട്ടുകയോ ആന്തരിക അവയവങ്ങൾക്ക് രക്തസ്രാവം ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ചതവുകൾ എങ്ങനെയുണ്ടായി എന്ന് കണ്ടെത്തേണ്ടതും അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണല്ലേ. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ഗോപന് ഗുരുതരമായ നിരവധി അസുഖങ്ങളുണ്ടായിരുന്നു എന്ന്. ലിവർ സിറോസിസ് ബാധിതനായിരുന്നു. ഹൃദയധമനികൾ 75% അടഞ്ഞ നിലയിലായിരുന്നു. കൂടാതെ കാലിൽ ഗുരുതരമായ നിലയിൽ അൾസർ ഉണ്ടായിരുന്നു. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം വന്നാൽ മാത്രമേ മരണകാരണം നിശ്ചയിക്കാൻ കഴിയൂ. എന്തായാലും മക്കളെല്ലാവരും കൂടി ചേർന്ന് ആളെ അങ്ങ് സമാധിയാക്കി. ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു ഹൃദ്രോഗം വന്നായിരിക്കും, അല്ലെങ്കിൽ അറ്റാക്ക് വന്നായിരിക്കും മരിച്ചത്. പക്ഷേ എന്തായാലും ആൾ സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകെ അമ്പലങ്ങൾ കെട്ടിപ്പൊക്കാൻ പോകുവാണ്. ഇതിന് പൈസയൊന്നുമില്ല, പശുവിനെ വിറ്റ പൈസ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാം ദൈവം കൊണ്ട് തരും എന്നാണ് പറയുന്നത്. അതായത് ഈ ഗോമർസാബിയെ കാണാൻ വരുന്ന ആളുകളുണ്ടല്ലോ, അവർ പൈസ തരും. ആ പൈസ വെച്ചിട്ട് വേണമെങ്കിൽ ഇവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ എന്നാണ് ഈ അമ്മ പോലും പറയുന്നത്. എന്തായാലും ഇവിടൊക്കെ തൊഴാനും പൈസ കൊടുക്കാനൊക്കെ വരുന്ന ആളുകൾ ആരാന്നാണ് നമുക്ക് അത്ഭുതം. കാര്യം ഇങ്ങനെയൊക്കെ ഉള്ളവർ ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തെ വിശ്വസിക്കുന്നവർ ഒരിക്കലും ഇതുപോലത്തെ ഒരു അന്ധവിശ്വാസങ്ങൾക്ക് കൂട്ടുനിൽക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും രാസപരിശോധന ഫലം പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഈ മരിച്ച ആളുടെ മുഖത്തുണ്ടായിരുന്ന ഈ ചതവുകൾ എങ്ങനെ ഉണ്ടായി എന്നും പോലീസ് അന്വേഷിക്കേണ്ടതുമാണ്. എന്തായാലും സ്വന്തം അച്ഛൻ്റെ ആ ഒരു മരണത്തിലും അല്ലെങ്കിൽ ആ ഒരു കല്ലറയിൽ പോലും ഒരു അമ്പലം ഉണ്ടാക്കി പൈസ പിരിവ് നിർത്തുന്ന ഈ മക്കളൊക്കെ എന്താണ് പറയേണ്ടത്?